ഹലോ ഗൈസ്, ഇന്നൊരു പുളിയഞ്ചി ഉണ്ടാക്കിയ വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു പുളിയഞ്ചി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ബീട്രൂട്ട് വെച്ചിട്ടാണ്. ഈ ഒരു ഓണത്തിന് വെറൈറ്റി ആയിട്ടുള്ളൊരു പുളിയഞ്ചിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റും ഹെൽത്തിയുമായൊരു പുളിയഞ്ചിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ഓളെന്ന ഓപ്ഷനിലാക്കി വെക്കുക. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമായിട്ടുള്ള ഈ ഒരു പുളിയഞ്ചിൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതാ പുളിയഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള ബീട്രൂട്ടാണ്. ഇത് നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് ഇപ്പോൾ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് അരഞ്ഞില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു, ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത്. അപ്പം നമുക്ക് വേണ്ട ആ ഒരു രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് പുളിയാണ് കേട്ടോ. കുറച്ച് പുളി, ഇത് അത്രയും പുളി എടുത്തിട്ടുണ്ട്. പുളി നമുക്ക് പിഴിഞ്ഞ് എടുത്തു വെക്കണം. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി ഞാനിവിടെ വീട്ടിൽ കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പും മഞ്ഞളും ചേർത്ത് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ അതിൽ നിന്നൊരു 2-3-4 സ്പൂണ് എടുത്ത് വെക്കാം. പിന്നെ വേണ്ടത് 2 അച്ച് ശർക്കരയാണ് കേട്ടോ. നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് കുറക്കും കൂട്ടുമൊക്കെ ചെയ്യാം. അപ്പോൾ അതാ പുളിയഞ്ചി ഉണ്ടാക്കാനുള്ള എല്ലാ ചേരുവകളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കടുക്, കുറച്ച് ഉലുവ ഒക്കെ ഇട്ട് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിതിൽ ആദ്യം ഒഴിക്കാൻ പോണത് പുളിയാണ്. പുളിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് അങ്ങനെ തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി തിളച്ച് വന്നപ്പോൾ പിന്നെ അതിൽ ചേർത്ത് കൊടുത്തത് നമ്മൾ ശർക്കരയാണ് കേട്ടോ. ശർക്കര ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കുക. ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ചേർത്ത് കൊടുത്തത് ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ പിന്നെ അതിൽ ചേർത്ത് കൊടുത്തത് ബീട്രൂട്ടാണ് കേട്ടോ. ബീട്രൂട്ടൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ബീട്രൂട്ടിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് പോയി വേവായി വന്നപ്പോൾ ദാ ബീട്രൂട്ടിൻ്റെ പച്ചമണമൊക്കെ പോയിട്ട് നന്നായിട്ട് തിളച്ച് വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിതിൽ ഉപ്പ്, മുളക്, പുളി ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ മധുരമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഏതാ കുറവുള്ള വെച്ചാൽ ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി, അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ഉപ്പ് കുറവായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. വേറുള്ളതൊക്കെ അതിൽ പാകമായിരുന്നു. അപ്പോൾ ഒന്നും കൂടി തിളപ്പിച്ചിട്ട് പിന്നെ നമുക്കിത് ഓഫാക്കി വെക്കാം. പിന്നെ ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് വെരി സിമ്പിളാക്കിയിട്ടാണ്, സിമ്പിളും ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിലേക്ക് വേണമെങ്കിൽ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ ബീട്രൂട്ടും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ശേഷം മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറുത്ത് അതും ഇട്ട് കൊടുക്കുക. അതൊക്കെ ഇതിന് നന്നായിട്ട് ടേസ്റ്റ് കൂട്ടും. അപ്പോൾ ഞാനിവിടെ സിമ്പിളാക്കിയിട്ട് ഉണ്ടാക്കി കാണിച്ചൊന്ന് മാത്രം. ഇതൊക്കെ ഇട്ടാൽ ഒന്നും കൂടി നന്നായിരിക്കും. പിന്നെ നമ്മളിതിൽ ചേർത്ത് കൊടുത്തത് കായാണ് കേട്ടോ. കുറച്ച് കായപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഓണം ഒന്ന് കളറാക്കാൻ ഈ ഒരു പുളിയഞ്ചി ഉണ്ടാക്കിയാൽ മതി. കാണാൻ നല്ല ചന്തമുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.
താങ്ക് യു ഫോർ വാച്ചിങ്.